بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد ربي يسر ولا تؤسر ربي زدنا علما وحلما وفهما وعقلا وحفظا وطبا كاملا ربي تمم بالخير والسعادة اللهم اكرمنا بنور العلم بسرعة الفهم وعيذنا من ظلمات الوهم والجهل. നിസ്കാരത്തിന്റെ ഫർളുകൾ 13 ഞാൻ പറഞ്ഞു. സലാം വീട്ടൽ അടക്കം പറഞ്ഞു കഴിഞ്ഞു. ഇനി 14-ാമത്തെ ഫർള് ഇപ്പൊ എന്തായിരിക്കും? ഈ പറഞ്ഞ ഫർളുകളൊക്കെ ക്രമത്തിൽ ചെയ്യുക എന്നതാണ് 14-ാമത്തെ ഫർള്. നേരത്തെ നമ്മള് യുസല്ലിമൽ മഅ്മൂമു സലാം വീട്ടൽ സുന്നത്താണ്. ബഅദ തസ്ലീമത്തയിൽ ഇമാമ് 2 സലാമു വീട്ടിയതിനു ശേഷം അതിനുശേഷം പറയാണ് 14-ാമത്തതാകുന്നത് തർത്തീബുൻ ക്രമം പാലിക്കലാണ്. ബൈന അർക്കാനിഹ നിസ്കാരത്തിന്റെ റുക്നുകൾക്കിടയിൽ തർത്തീബുൻ ക്രമം പാലിക്കലാണ്. ബൈന അർക്കാനിഹ നിസ്കാരത്തിന്റെ റുക്നുകൾക്കിടയിൽ ക്രമം പാലിക്കണം. അൽ മുതഖദ്ദിമത്തി മുമ്പ് പറഞ്ഞതായ റുക്നുകൾക്കിടയിൽ എങ്ങനെ ക്രമം പാലിക്കണം? കമാ ദിക്റ മേൽ പറഞ്ഞതുപോലെ ക്രമം പാലിക്കണോ? നേരത്തെ പറഞ്ഞ അതേ ക്രമാണ്. ഫഇൻ തഅമ്മദൽ ഇഖ്ലാല ഒരാൾ തഅമ്മദ മനഃപൂർവം ചെയ്താൽ അൽ ഇഖ്ലാല ഇടർച്ച വരുത്തൽ ക്രമം പാലിക്കാതെ റുക്കോക്ക് അവന്റെ അടുത്ത് സുജൂദ ചെയ്തത് ബിത്തർത്തീബി ക്രമത്തിന് ഭംഗം വരുത്തൽ. മൈൻ തഅമ്മദ മനഃപൂർവം ചെയ്താൽ ഇഖ്ലാല ഭംഗം വരുത്തൽ ബിത്തർത്തീബി ക്രമം പാലിക്കലിന് ബിത്തഖ്ദീമി റുക്നിൻ ഫേലിയായ ഒരു ഫർളിനെ മുന്തിക്കൽ കൊണ്ട് സജദവൻ സുജൂദ് ചെയ്യും പോലെ ഖബല റുക്കോയിന് മുമ്പ് മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ മനഃപൂർവ്വം സുജൂദ് ചെയ്തു റുക്കോയിന് മുമ്പ് ഇങ്ങനെ ക്രമം തെറ്റിച്ചാൽ ബതലത്ത് സ്വലാത്തുഹു മനഃപൂർവ്വം ചെയ്ത് അപ്പ തന്നെ നിസ്കാരം ബാത്തിലായി. അമ്മാ തഖ്ദീമു റുക്നിൽ ഖൗലി അപ്പോൾ ഖൗലിയായ ഫർളിനെ മുന്തിക്കലാകുന്നത് ഉദാഹരണത്തിന് നൃത്തത്തിൽ അവൻ അത്തഹിയാത്തോതി ഫാത്തിഹന്റെ അടുത്ത് അമ്മാ തഖ്ദീമു റുക്നിൽ ഖൗലി ഖൗലിയായ ഫർളിനെ മുന്തിക്കല് ഫലാ യളുറു അത് കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല. ഇല്ല സലാം അത് തന്നെ ചെല്ലിയാൽ കുഴപ്പാണ്. തർത്തീബ് പാലിക്കലാകുന്നത് ബൈന സുനനി സുന്നത്തുകൾക്കിടയിൽ തർത്തീബ് പാലിക്കല് കസൂറത്തി സൂറത്തോതും പോലെ ബഅദൽ ഫാത്തിഹത്തി ഫാത്തിഹയ്ക്ക് ശേഷം അതല്ല അതിന്റെ ക്രമം, അങ്ങനെ ക്രമം പാലിക്കല്. വദ്ദുആഇ കസൂറത്തി ദുആ ചെയ്യും പോലെ ബഅദ തശഹുദി അത്തഹിയാത്ത് ചൊല്ലിന്റെ ശേഷം അല്ലാഹു മുഗ്ഫിർ ലിമാ ഖദ്ദംതു അതിന്റെ ശേഷം ചൊല്ലാം. ബഅദ തശഹുദി വസ്സലാത്തി അത്തഹിയാത്തിന് സലാത്തിന് ശേഷം ദുആ ചെയ്യും പോലെ അങ്ങനെ വത്തർത്തീബു ബൈന സുനനി നേരത്തെ പറഞ്ഞില്ലേ, സുന്നത്തുകൾക്കിടയിൽ ക്രമം പാലിക്കലാകുന്നത് ഷർത്തുൻ അത് ഖബർ അത് ഷർത്താണ്. ലിൽഇഅ്തിദാദി എണ്ണം കൂട്ടാൻ ബിസുന്നിയ്യതിഹാ അതിന്റെ സുന്നത്തുകളെ എണ്ണം കൂട്ടാൻ ഷർത്താണ്. ഇപ്പൊ ഫാത്തിഹക്കും സൂറത്ത് ഓതിയാലേ അത് സുന്നത്തിന്റെ കൂലി കിട്ടൂല, നിസ്കാരത്തിലെ പ്രത്യേക സുന്നത്തിന്റെ കൂലി കിട്ടൂല. അപ്പൊ ഷർത്തുൻ സുന്നത്തുകളെല്ലാം തർത്തീബാവുന്നത് ഷർത്തുൻ ഷർത്താണ്. ലിൽഇഅ്തിദാദി എണ്ണം കൂട്ടാൻ ബിസുന്നിയ്യതി അതിന്റെ സുന്നത്തിന്. വലൗ സഹാ ഇനി മനഃപൂർവം ക്രമം തെറ്റിച്ചാല് നിസ്കാരം ബാത്തിലാണെന്ന് പറഞ്ഞു. വലൗ സഹാപ്പ മറന്നു ചെയ്താല് ഗൈറു മഅ്മൂമിൻ മഅ്മൂമ് അല്ലാത്ത ആള്, അപ്പൊ ഇമാമ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കണ ആള് മറന്നാല്, മഅ്മൂമ് മറന്നാല് എന്താന്ന് പറഞ്ഞുതരാം. ഏതായിരിക്കട്ടെ, മഅ്മൂമ് അല്ലാത്തയാള് അതായത് സ്വന്തം പര്യാപ്തത ഉണ്ട്, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആള് വേറൊരാളെ നോക്കേണ്ട ആവശ്യമില്ല. ഇമാമും സ്വന്തം പര്യാപ്തത ഉണ്ട്. മഅ്മൂമാകുമ്പോ ഇമാമിന്റെ ബാക്കിൽ ഇങ്ങനെ പോകണം എന്നുള്ളൊരു
ഒരു ഒരു സംഗതി ഉണ്ട്. വലോ സഹ മറന്ന് ചെയ്താല് ഗൈറുമാമൂമിൻ മാമൂമ അല്ലാത്തവൻ ഫിത്തർത്തീബി ക്രമം പാലിക്കുന്നതിൽ മറന്നാൽ ബി തെർക്കി റുക്കിനിൻ എന്ത് ചെയ്തു? അവൻ ഒരു ഫർദിനെ ഉപേക്ഷിച്ചു. ഏതൊരു റുക്കിനെ ഉപേക്ഷിച്ചു? കാൻ സജദ, അവൻ സുജൂദിലേക്ക് പോയി. ഖബല റുക്കോയി, റുക്കോയിന് മുമ്പ്. ഔ റകഅല, റുക്കോയിലേക്ക് പോയി. ഖബലൽ ഫാത്തിഹത്തി, ഫാത്തിഹക്ക് മുമ്പ്. കാൻ സജദ, അവൻ സുജൂദ് ചെയ്തു. ഖബല റുക്കോയി, റുക്കോയിന് മുമ്പ്. റുക്കോയിന് മുമ്പ് സുജൂദ് പോയി മറന്നിട്ട്. ഔ റകഅല, റുക്കോയിലേക്ക് പോയി. ഖബലൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതുന്ന മുമ്പ് മറന്നിട്ട് റുക്കോക്കെത്തി. ലഗ, മറന്നല്ല പോയത്, അതുകൊണ്ട് ലഗ ലഘുവാകും, നിഷ്ഫലമാകും. മാ ഒന്ന് ഫാലഹു, അവൻ പ്രവർത്തിച്ചതായ ഒന്ന്. ഹത്താ യഅ്തിയ, അവൻ കൊണ്ടുവരുന്നത് വരെ. ബിൽ മത്റൂക്കിയ, ഉപേക്ഷിച്ച കാര്യം. അവനെ ഉപേക്ഷിച്ചിക്കാണ്ട് അടുത്ത ഫർദിലേക്കല്ല പോയത്. ആ പോയത് നിഷ്ഫലമാണ്. ലഗ നിഷ്ഫലമാണ്. ഹത്താ ലഗ മാ ഫാലഹു, അവൻ പ്രവർത്തിച്ച ഒന്ന് നിഷ്ഫലമാണ്. ഹത്താ യഅ്തി, അവൻ കൊണ്ടുവരുന്നത് വരെ. ബിൽ മത്റൂക്കി, ഉപേക്ഷിക്കപ്പെട്ടത്. അവന് എന്തിനെയാണോ ഒഴിവാക്കിയത് അതിനെ കൊണ്ടുവരണം. അപ്പൊ റുക്കോ ചെയ്യാതെ മറന്നിക്കാണ്ട് സുജൂദ് പോയാല് സുജൂദിന്ന് എവിടെയാണ് ഇപ്പോ ഓർമ്മയായത്? ആ ഓർമ്മ വന്നതിൽ നിന്നും നേരെ എങ്ങോട്ട് തന്നെ വരണം? റുക്കോയിലേക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഇങ്ങോട്ട് വരണം. അപ്പൊ എഴുന്നേറ്റ് നൃത്തത്തിലേക്ക് വന്നിട്ട് രണ്ടാമത് റുക്കോയിലേക്ക് പോകണം എന്നർത്ഥം. റുക്കോ മറന്നു കൊടുത്തു. ഫാത്തിഹ മറന്നിട്ട് റുക്കോയിലേക്ക് പോയാല് ഓന് നൃത്തത്തിക്ക് വന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് രണ്ടാമത് പോരണം. അപ്പൊ ഹത്തായവൻ കൊണ്ടുവരണം. ബിൽ മത്റൂക്കി, ഒഴിവാക്കിയത് അവൻക്ക് ഓർമ്മ വരുമ്പോ വേഗം ഒഴിവാക്കിയ ഫർദിലേക്ക് വരണം. ഫഇൻ തദക്കറ, അപ്പൊ അവൻക്ക് ഓർമ്മ വന്നാല്, അതഞ്ഞ് പറയുന്നത് ഖബല ബുലൂഗി മിസ്ലിഹി, അവൻ മറന്ന് ഉപേക്ഷിച്ചത് പോലോത്തത് എത്തണ മുമ്പ്. അതായത് അത് മറ്റേ ഫർദ് ഞാൻ വിട്ടുപോയി എന്ന് ഓർമ്മ വന്നേ. എന്തിനു മുമ്പ് ഓർമ്മ വന്നു? ഖബല ബുലൂഗി മിസ്ലിഹി, അടുത്ത റക്അത്തില് അതേ ഫർള്, ഉപേക്ഷിച്ച അതേ ഫർള്, അതിനോട് തുല്യമായ ഫർള് എത്തണ മുമ്പ് തന്നെ ഓർമ്മ വന്ന്. റുക്കോ ഒഴിവാക്കിയെന്ന് അടുത്ത റക്അത്തില് റുക്കോ എത്തണ മുമ്പ് തന്നെ ഓർമ്മ വന്നു എന്നർത്ഥം. ഖബല ബുലൂഗി മിസ്ലി, അതിനോട് തുല്യമായ ഫർള് അടുത്ത റക്അത്തില് എത്തണ മുമ്പ് തന്നെ അവനക്ക് ഓർമ്മ വന്നു. അവന് സുജൂദിൽ ഓർമ്മ വന്നു, അല്ലെങ്കിൽ സുജൂദിന്റെ അടിയിൽ ഇരുത്തത്തിൽ ഓർമ്മ വന്നു. അങ്ങനെ എപ്പോഴാച്ചാ ഓർമ്മ വന്നു, അല്ലെങ്കിൽ രണ്ടാം സുജൂദിൽ ഓർമ്മ വന്നു. ഫൈൻ തദക്കറൻക്ക് ഓർമ്മ വന്നു. ഖബല ബുലൂഗി മിസ്ലിഹി, അടുത്ത റക്അത്തിൽ അതേപോലത്തെ ഫർള് എത്തണ മുമ്പ് ആയിട്ട് ഓർമ്മ വന്നാൽ അത്താബിഹി, ഉപേക്ഷിച്ച ആ ഫർളിനെ കൊണ്ടുവരണം. അവൻ നേരെ അങ്ങോട്ട് റിവേഴ്സ് ചെയ്ത് വരിക. അവനെ ആ ഒഴിവാക്കിയ ഫർളിന്റെ ഭാഗത്തേക്ക്, റുക്കുവാണെങ്കിൽ ഖിയാമിലേക്ക് നൃത്തത്തിലേക്ക് വന്നിട്ട് റുക്കുവിലേക്ക് കൊണ്ട് പോവുക. അതുവരെ എടിയിലൊക്കെ എന്തൊക്കെ ചെയ്തിക്കണമെങ്കിൽ, ഒരു ഫർദ് ഒഴിവാക്കിയിട്ട് കുറെ എന്തൊക്കെ ചെയ്തിക്കണമെങ്കിൽ അതൊന്നും കൂട്ടൂല. അതാണ് നേരത്തെ പറഞ്ഞ ലഗാമാ ഫല, അവൻ ചെയ്യുന്നതൊക്കെ നിഷ്ഫലമാണ്, ഫലമില്ല. മറിച്ച് ഉപേക്ഷിച്ചത് ചെയ്യണം. എന്തിനു മുമ്പേ ഓർമ്മ വന്നാല് തദക്കറവൻ ഓർമ്മ വന്നാൽ ഖബല ബുലൂഗി മിസ്ലി, അടുത്ത റക്അത്തിൽ അതിനോട് തുല്യമായത് എത്തണ മുമ്പേ ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? അത്താബിഹി, ആ ഉപേക്ഷിച്ചതിനെ കൊണ്ടുവരണം. ഇല്ല, ഇനി ഓർമ്മ വന്നില്ലെങ്കിലോ ഓൻക്ക് അടുത്ത റക്അത്തിലെ റുക്കോയൊക്കെ കഴിഞ്ഞ ശേഷമാണ് അതേ തുല്യമായ, ഉപേക്ഷിച്ചതിനോട് തുല്യമായത് അടുത്ത റക്അത്തിലും ചെയ്തപ്പോൾ ഒരു റക്അത്ത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് കഴിഞ്ഞിട്ടൊക്കെ ഓർമ്മ വന്നത്. നേരത്തെ റക്അത്തിൽ എന്ത് വയ്ക്കണേ? റുക്കു വയ്ക്കണം, അല്ലെങ്കിൽ സുജൂദ് വയ്ക്കണമെന്ന് കുറെ ഒരു റക്അത്ത് 2 റക്അത്ത് കഴിഞ്ഞിട്ട് അതിനോട് തുല്യമായ റുക്കിനൊക്കെ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ റുക്കിനൊക്കെ എത്തിയിട്ടാണ് ഓർമ്മ വന്നെങ്കിൽ ഇല്ല, അവൻക്ക് ഓർമ്മ ആണ് അത് തുല്യമായത് എത്തണ മുമ്പായിട്ട് ഓർമ്മ വന്നില്ലെങ്കിൽ ഫസയത്തി ബയാനുഹു, അതിന്റെ വിവരണം പിറകെ വരും. അവിടെ ഇതന്നെ എന്ത് ചെയ്യേണ്ടി വരും? അവസാന റക്അത്തും കൂടി നിസ്കരിക്കേണ്ടി വരും. കാരണം ഓനെ അടുത്ത റക്അത്തില് ചെയ്യുന്ന ആ ഫർളുണ്ടല്ലോ, അതേപോലെ തുല്യമായ ഫർള്, അത് ഏതിലായിട്ട് കൂട്ടും? ഉപേക്ഷിച്ചതായിട്ട് അതിനെ കൂട്ടും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു റക്അത്ത് വിട്ടിട്ടുണ്ടാവും, ലാസ്റ്റ് റക്അത്ത് നിസ്കരിക്കേണ്ടി വരും. അതാണ് അവിടുത്തെ നിയമം. ഇവിടെ ഇപ്പൊ പറഞ്ഞത് ഫസയത്തി ബയാൻ, അതിന്റെ വിവരണം പിറകെ വരണുണ്ട്.
അപ്പൊ ഇത് മറന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടായാലാണ്. ഞാൻ ആ സംഗതി മറന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടായി, പിന്നെ ഓർമ്മ വന്നാലുള്ള നിയമം. ഇതൊക്കെ ഇമാമ് നിസ്കരിക്കുന്ന ആളും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും നിയമങ്ങളാണ് പറയുന്നത്. ഈ മാമൂമിന്റെ നിയമം പിന്നെ പറയും, ഇമാമിന്റെ കൂടെ ഇരിക്കുന്ന മാമൂമിന്റെ നിയമം പിന്നെ പറയും. ഔ ശക്ക, അല്ലെങ്കിൽ ഒരാള് സംശയിച്ചാൽ, ഹുവ അയാള് പറഞ്ഞ ഹുവ അവൻ തന്നെ ഗൈറുൽ മാമൂമി, മാമൂം അല്ലാത്ത ആള്, ഇമാമ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും സംശയിച്ചു. ഫി റുക്കിന്, ഒരു റുക്കിനെ പറ്റി നേരത്തെ മറന്നു എന്ന് ഉറപ്പാണ്, ഇനി മറന്നു എന്നാണ് പറയാൻ വയ്യ, ചെയ്തോ ഇല്ലെന്ന് സംശയം. മറന്നുപോയി തന്നെ, മറന്നിക്കണെന്ന് ഉറപ്പുണ്ട്, നേരത്തെ ഒഴിവാക്കിക്കണെന്ന് ഉറപ്പുണ്ട് മറന്നിക്കാണ്ട്. പിന്നെ ഇപ്പൊ സംശയം എന്താ കഴിഞ്ഞാൽ ചെയ്തോ ഇല്ലെന്ന് സംശയിച്ചാൽ, ശക്ക ഹുവ ഗൈറുൽ മാമൂമി, മാമൂമല്ലാത്ത ആള് സംശയിച്ചാൽ ഫി റുക്കിന്, റുക്കിനെ പറ്റി, ഹൽ ഫഅല അംല, അവൻ ചെയ്തോ ഇല്ലേ, അംല ചെയ്തില്ലേ, കാൻ ശക്ക അവൻ സംശയിക്കും പോലെ, റാക്കിയാൻ റുക്കോയിലായ നിലക്ക്, ഹൽ ഖറാൽ ഫാത്തിഹത്ത, നേരത്തെ ഫാത്തിഹ ഓതിയോ ഇല്ലേ, റുക്കോയിലെത്തിയപ്പോൾ ഫാത്തിഹ ഓതിയോ ഇല്ലാന്ന് സംശയം. ഔ സാജിദൻ, അല്ലെങ്കിൽ സാജിദായ നിലക്ക് സംശയം, സുജൂദിലെത്തിയതായ നിലക്ക്, ഹല റക്അ അവർ റുക്കോയ് ചെയ്തോ, അവ ഏറ്റുദാല് ചെയ്തോ, ഹൽ റക്അ റുക്കോയ് ചെയ്തോ, ഏറ്റുദാല് ചെയ്തോ. എപ്പോഴാ സംശയം? സുജൂദിലായിക്കൊണ്ടിരിക്കുമ്പോ. എന്നാലൊക്കെ അത്താബിഹി ഫൗറൻ, എന്ത് ചെയ്യും സംശയായാല്? ആ സംശയമുള്ള ആ ഫർലിനെ അവൻ കൊണ്ടുവരണം, ഹത്താബിഹി, ആ ഫർലിലേക്കാണ് പോവുക. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആ സംശയമുള്ള ഫർല് കൊണ്ടുവരല് നിർബന്ധ, ഫൗറൻ വേഗം കൊണ്ടുവരണം, വുജൂബൻ നിർബന്ധമായിട്ടും. എപ്പോഴ്? നേരത്തെ പറഞ്ഞ മാതിരി ഇൻകാനശക്കു സംശയമാണെങ്കിൽ, കബല ഫഅലി മിസ്ലിഹി, അടുത്ത റക്അത്തില് തുല്യമായ അതേപോലത്തെ ഒരു ഫർള് ചെയ്യണ മുമ്പാണ് ഈ സംശയമെങ്കിൽ, ഒരു റക്അത്തൊക്കെ കഴിഞ്ഞ് 2 റക്അത്തൊക്കെ കഴിഞ്ഞിക്കണേ, അടുത്ത ഫർളിൽ ആ സംശയിക്കപ്പെടുന്ന അതേപോലത്തെ പിറ്റത്തെ റക്അത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അത്രയ്ക്കുറത്ത് എത്തിയിരിക്കണം. എന്നാലല്ല, എപ്പോഴാണ് അവൻ നേരെ ആ സംശയിക്കപ്പെടുന്ന ഫർളിലേക്ക് പോകണം, ഇൻകാനശക്കു സംശയമാണെങ്കിൽ, ഖബല ഫഅലി മിസ്ലിഹി തുല്യമായത് പ്രവർത്തിക്കണം മുമ്പാണെങ്കിൽ, ഐ മിസ്ലിൽ മഷ്കൂക്ക് ഫീഹി സംശയിക്കപ്പെടുന്ന അതിനോട് തുല്യമായത് പ്രവർത്തിക്കണം മുമ്പാണെങ്കിൽ, മിൻ റക്അത്തിൻ ഉഖ്റ അടുത്ത റക്അത്തിൽ നിന്നും, ഇല്ല അവനക്ക് ഓർമ്മ വന്നതേ ഇല്ല, തുല്യമായത് ചെയ്തപ്പോഴാ ഓർമ്മ വന്നത്, അതായത് ഒരു റക്അത്ത് അടുത്ത റക്അത്തിലേക്ക് കടന്നോ, അതിനോട് തുല്യമായതൊക്കെ ചെയ്തു പിന്നെയും കടന്നു പോയിട്ടുണ്ടെങ്കിൽ, വഇല്ലം തദക്കർ അവൻക്ക് ഓർമ്മ വന്നതേ ഇല്ലെങ്കിൽ, ഹത്താ ഫഅല മിസ്ലഹു തുല്യമായത് ചെയ്യുന്നത് വരെ, ഫീ റക്അത്തിൻ ഉഖ്റ അടുത്ത റക്അത്തിൽ തുല്യമായത് ചെയ്യുന്നത് വരെ അവൻക്ക് ഓർമ്മ വന്നിട്ടേ ഇല്ലെങ്കിൽ, തുല്യമായത് ചെയ്ത് അടുത്ത റക്അത്തും കഴിഞ്ഞു, അപ്പൊ അതിനോട് തുല്യമായത് ചെയ്ത്, എന്നാൽ അജ്സഅഹു ഇപ്പോൾ ചെയ്ത ഈ തുല്യമായ അത് മതി, അവന് അൻമത്റൂക്ക് അവൻ ഉപേക്ഷിച്ചതിന്റെ പകരമായിട്ട്, വലഗാ മാ ബൈനഹുമാ അത് രണ്ടിന്റെ ഇടയിലുള്ള നേരത്തെ സംശയിക്കപ്പെടുന്നത് ഇപ്പൊ ഈ തുല്യത്തിന്റെ ഇടയിൽ ചെയ്തത് നിഷ്ഫലമായി പോകും, ലഗാ മാ ബൈനഹുമാ രണ്ടിന്റെ ഇടയിലുള്ളത് നിഷ്ഫലമായി പോകും. ഹാദാ കുല്ലുഹു ഇത് എല്ലാമാകുന്നത്, ഉപേക്ഷിക്കപ്പെട്ടതിന്റെ തടിയവൻ അറിയുമെങ്കിലാണ്, ഏത് ഫർളാണ് ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ സംശയം കൃത്യമായിട്ട് ഇന്ന ഫർളുറുക്കുവാണ് എന്നൊക്കെ അറിയുമെങ്കിലാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ. ഇന്നലിമൻ അറിഞ്ഞാലാണ് അതിനൽ മത്റൂക്ക് ഉപേക്ഷിക്കപ്പെട്ടതിന്റെ അയിനിനെ വമഹല്ലഹു അതിന്റെ സ്ഥലവും ഈ റക്അത്തിലാണ്, ആദ്യത്തെ 1 റക്അത്തിലാണോ അല്ലെങ്കിൽ 2 റക്അത്തിലാണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയുമെങ്കിലാണ്. മഹല്ല് അറിഞ്ഞാൽ ഏത് റക്അത്തിലാണ്, ആദ്യത്തെ റക്അത്തിലാണോ 2 റക്അത്തിലാണോ എന്നൊക്കെ അറിഞ്ഞാലാണ്. ഒരാൾ അറിയില്ല, ഏതോ ഒന്ന് ഒഴിവായിക്കണെന്നറിയാം, ഏതോ ഒരു ഫർള്, ഏത് റക്അത്തിലാന്നറിയാം, ഏത് ഫർള് എന്നറിയില്ല, എന്താന്നറിയില്ല, അങ്ങനെ ഒരാളാണെങ്കിലാ പടച്ചോനെ
ഫൈൻ ഒരു കുഞ്ഞാപ്പ് അറിയില്ലെങ്കിൽ അയിനഹു ഏത് ഫർളാണ് ഒഴിവാക്കിയേക്കണെന്ന് എനിക്ക് ഓർമ്മയില്ല. വജവ്വസ അനുവദനീയമാക്കിയാല് അന്നഹു നീയത്തു അത് നീയത്താവാം, ആ ഫർള് നീയത്താവാനും സാധ്യതയുണ്ട്. ഔ തക്ബീറത്തുൽ ഇഹ്റാമി അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ആവാനും സാധ്യത ഉണ്ട്. നീയത്തു ആവാം, ഏതോ ഒരു ഫർള് ഒഴിവാക്കിക്കണേ, ഏതാന്നാവാം. നീയത്താണോന്നോ ആണോ അല്ലാന്നോണ്ട് ഉറക്കൊന്നുമില്ല. തക്ബീറത്തുൽ ഇഹ്റാം ആണോ അതും ആവാം. ഇങ്ങനെ ജവ്വസ അത് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ബത്തലത്ത് സ്വലാത്തുഹു, അറിയില്ല നീയത്താവാനും സാധ്യത ഉണ്ടെങ്കിലേ ഞാൻ നിസ്കാരം ബാത്തിലാണ് ഇച്ചങ്കൊച്ച് നെയ്യത്തേക്ക് തക്ബീറിട്ട് നിസ്കരിക്കാം. തക്ബീറത്തുൽ ഇഹ്റാം വാങ്ങാനും സാധ്യത ഉണ്ട്, എന്നാ പിന്നെ രണ്ടാമത് നിസ്കരിക്ക, വേറെന്താ ചെയ്യാ. അപ്പൊ നിയ്യത്താവാൻ ഏതാണെന്ന് അറിയില്ല, നിയ്യത്താവാൻ സാധ്യത ഉണ്ടെങ്കിൽ നിസ്കാരാണ്ട് ബാത്തിലായി. വലം യസ്തരിത്തുഹുന ഇവിടെ ഷർത്താക്കപ്പെടുന്നില്ല തൂലു ഫസ്ലിൻ, കുറെ ദീർഘ സംശയം നീണ്ടു നിൽക്കണമെന്ന്. തൂലു ഫസ്ലിൻ സമയം നീളണമെന്നോ വല മുളിറുക്കിനൊരു റുക്കിനെ കഴിയണമെന്നോ ഒന്നും നിബന്ധന ഇല്ല. നെയ്യത്തോ തക്ബീറത്തിലാവാൻ സാധ്യതയുള്ളവർക്ക് ഏതാണെന്ന് അറിയില്ലെങ്കിൽ നിസ്കാരം അപ്പൊ തന്നെ ബാത്തിലായി. വലം ഇഷ്ടത്തുകുന ഇവിടെ ഷർത്തൊന്നുമില്ല തൂലു ഫസ്ലിൻ, കുറെ ദീർഘ സമയമാണ് വേണമെന്നോ ആ സംശയം ഉണ്ടായാൽ തന്നെ ബാത്തിലായി. വല മുളിറുക്കിനും ഒരു ഫർള് കഴിയണമെന്നോ നിബന്ധനയില്ല. ഔ അന്നഹു സലാമു മറന്നത് സലാമാണ്, എന്ന് അനുവദനീയമാക്കിയാൽ, ഏതാന്നറിയില്ല പക്ഷെ സലാമാണ് എന്നിങ്ങനെ അനുവദനീയമാക്കുന്നുണ്ടോ എനിക്ക് തോന്നലുണ്ട്. എന്നാ സല്ലമ വേണ്ട സലാം വിട്ടിയാൽ മതി. എന്തോന്ന് ഞാൻ മറന്നിക്കണല്ലോ പോർച്ചാണ്. അപ്പൊ സലാമാണെന്നോ തോന്നുന്നത്. ആ സലാം എന്നാ സലാം വിട്ട സല്ലമ. വൈൻ തോലൽ ഫസലു സമയം ദീർഘമായാലും ശരി സലാം വിട്ടിയാൽ മതി. അല്ലൗജഹി പ്രബലമായ വീക്ഷണം അനുസരിച്ച്. ഔ അന്നഹു ഗൈറുഹുമാ അല്ലെങ്കിൽ ഇതൊന്ന് അല്ലാത്തതാക്കിയാല് വേറെ ഏതോ ഒരു ഫർളാണ് എന്നാണ്. നിയ്യത്തും അല്ല തക്ബീറും അല്ല സലാമും അല്ല, എന്നാൽ ഏതാന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയായാലോ വൈറുഹുമാന്റെ നേരത്തെ നിയ്യത്തും പിന്നെ ഇപ്പത്തെ സലാം അത് രണ്ടും അല്ലാത്തതാണ് എന്നാണ് വരുന്നത്. എന്നാൽ അഹദ അവൻ പിടിക്കണം ബിൽ അസ്വൈ, ഏതാന്നറിയില്ലട്ടാ. ബിൽ അസ്വൈ സൂക്ഷ്മത കൊണ്ട് പിടിക്കണോ, എന്താ കേട്ട സൂക്ഷ്മത കൊണ്ട് പിടിക്കണം. അവൻ എടുത്തു വരണം അലാമ ഫഅലു അവൻ പ്രവർത്തിച്ച ഒന്നിന്റെ മേലിൽ. അപ്പൊ എന്താ ചെയ്യ, സൂക്ഷ്മത കൊണ്ട് പിടിക്കല്ലേ. സൂക്ഷ്മത കൊണ്ട് പിടിക്ക. അതിന്റെ കൂടുതൽ രൂപമൊക്കെ മറ്റു കിതാബിൽ പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. അപ്പൊ തദാറക്കൽ ബാക്കിയ ബാക്കിയുള്ളതിനെ വീണ്ടെടുക്കണം. മിൻ സലാത്തി അവന്റെ നിസ്കാരത്തിൽ നിന്ന് സൂക്ഷ്മത അനുസരിച്ച് അത് ഏതാണെന്ന് തോന്നിയിട്ട് ബാക്കി നിസ്കരിക്കുക. നഅം പക്ഷേ ഇല്ലം യകുനിൽ മിസ്ലു മിനസ് സ്വലാത്തി നമ്മൾ നേരത്തെ പറഞ്ഞ് തുല്യമായത് പ്രവർത്തിച്ചാലേ എന്ത് ചെയ്താ മതി, ഒരു റക്അത്ത് അവസാനം കൊണ്ടുവന്നാ മതി എന്നാ പറഞ്ഞില്ലേ. പക്ഷെ ഇല്ലം യകുനിൽ മിസ്ലു തുല്യമായത് ആയിട്ടില്ലെങ്കിൽ മിനസ് സ്വലാത്തി നിസ്കാരത്തിന്റെ ഭാഗത്ത് പെട്ടതല്ലെങ്കിൽ കസുജൂദിൻ തിലാവത്തിൻ കസുജൂദ് തിലാവത്തി തിലാവത്തിന്റെ സുജൂദാണ്. എന്നാലും യുജുസിയോ അതെന്താകൂല, കണക്ക് കൂട്ടൂല. അത് മറന്നിന്റെ പകരത്തിലെ കണക്ക് കൂട്ടൂല. മനസ്സിലായ? തുല്യമായത് നിസ്കാരത്തിൽ പെട്ടതാവണം, സുജൂദ് തിലാവത്തൊന്നും കണക്ക് കൂട്ടൂല. എന്താ പറഞ്ഞു? നഅം പക്ഷെ ഇല്ലം യകുനിൽ മിസ്ലു തുല്യനായിട്ടില്ലെങ്കിൽ മിനസ്വലാത്തി നിസ്കാരത്തിന്റെ ഭാഗത്ത് പെട്ടതല്ലെങ്കിൽ കസുജൂദ് തിലാവത്തിൻ തിലാവത്തിന്റെ സുജൂദ് പോലെ അത് ചെയ്യാത്ത മാതിരി തന്നെ ലം യുജുസി അത് കൂട്ടൂല, അത് മതിയാകൂല. അമ്മാ മഅമൂമൻ
അപ്പൊ മഅ്മൂമീങ്ങളാണ് ഇങ്ങനൊക്കെ മറതിയൊക്കെ വന്നതെങ്കിൽ ഇമാമല്ല, ഒറ്റക്ക് നിസ്കരിക്കും. ആലിമ അവൻ അറിഞ്ഞു, അവൻക്ക് ഉറപ്പായി, മറന്നിട്ട് പിന്നെ ഉറപ്പായി. ഔ ശക്ക അല്ലെങ്കിൽ സംശയിച്ചു, കബല റുക്കോ, ഈ റുക്കോയിന് മുമ്പ് മഅ്മൂമ് റുക്കോക്ക് പോണ മുമ്പ് ഒരു സംശയം. ഒരു ഉദാഹരണമാണ്, മഅ്മൂമ് റുക്കൂക്ക് പറ്റി ഇമാമിന്റെ കൂടെ നിസ്കരിക്കാം. അപ്പൊ റുക്കോക്ക് പോണ മുമ്പ് മഅ്മൂമിന് സംശയം. ബാദ റുക്കോ ഇമാമ് റുക്കോക്ക് പോയിന്റെ ശേഷം, ഇമാമ് റുക്കോയിൽ എത്തിക്കണം, മഅ്മൂമ് റുക്കോക്ക് പോണ മുമ്പ്. മഅ്മൂമ് അപ്പൊ ഇങ്ങനെ റുക്കോക്ക് പോകാൻ വേണ്ടി ഇമാമ് റുക്കോക്ക് പോയിട്ടുണ്ട്, മഅ്മൂമ് ഇങ്ങനെ നൃത്തത്തില. അപ്പൊ എന്താണ് മഅ്മൂമ്, അപ്പൊ മഅ്മൂമ് അലിമ, അവൻ അറിഞ്ഞു, അവൻക്ക് ഉറപ്പിട്ട്. അത് ശക്ക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം, ഉറപ്പ് കിട്ടിയ അല്ലെങ്കിൽ ഒരു സംശയമാണ്. കബല റുക്കു, അവൻ റുക്കുക്ക് പോണ മുമ്പ്. ബാദ റുക്കു ഇമാം റുക്കുക്ക് പോയതിന്റെ ശേഷം, അന്നഹു തറക്കൽ ഫാത്തിഹ, ഫാത്തിഹ ഒഴിവായിക്കണു, ഞാൻ ഫാത്തിഹ ഓതിയില്ലെന്ന് സംശയം, അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയിട്ടില്ല ഒന്ന് ഉറപ്പിട്ടി. എപ്പോഴേ ഇമാമ റുക്കുക്ക് എത്തിക്കണ്, മഅ്മൂം ഇങ്ങനെ റുക്കുക്ക് അപ്പൊ ഫാത്തിഹ ഓതിയിട്ടില്ല പഠിച്ചവന് സംശയം, അല്ലെങ്കിൽ ഓതിയിട്ടില്ല എന്നറിഞ്ഞു. എന്നാൽ ഇപ്പൊ യക്റഉ, അവൻ അവിടെ വെച്ച് അത് ഓതണം, ഓതിയിട്ട് പോയാ മതി. വയസ്ആ ഖൽഫഹു, ഇമാമിന്റെ ബാക്കിൽ അവൻ സഞ്ചരിക്കണം. അപ്പൊ എന്താ ചെയ്യ അവിടെ? 3 ഫർള് പിന്ത അല്ലെ, 3 ഫർള് പിന്ത. ഔ ബഅദ റുക്കോഇ, അല്ലെങ്കിൽ ഇമാമും മഅ്മൂമും റുക്കോ ചെയ്തതിന് ശേഷമാണ് മഅ്മൂമിന് സംശയം, ഞാൻ നേരത്തെ ഫാത്തിഹ ഓതിയിട്ടില്ല. ലം യഇദ് ഇലൽ, അപ്പൊ ഇമാമിന്റെ കൂടെ റുക്കോക്ക് പോയിന്റെ ശേഷം മഅ്മൂമ്, എന്നാൽ ഇമാമു റുക്കോക്ക് കഴിക്കണം, മഅ്മൂം റുക്കോക്ക് കഴിക്കണം. അപ്പോഴാണ് ഈ മഅ്മൂമിന് സംശയം, ഞാൻ ഇപ്പൊ ഫാത്തിഹ ഓതിയിട്ടില്ല. ലം യഇദ് ഇലൽ ഖിയാമി, മഅ്മൂമ് ഖിയാമിലേക്ക് മടങ്ങരുത്. ലിഖറാഅത്തിൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതാൻ വേണ്ടി. ബൽ യത്ബഉ ഇമാമഹു, മഅ്മൂമ് ഇമാമിനെ പിൻപറ്റണം. ഫാത്തിഹ ഓതാൻ വേണ്ടി മഅ്മൂം എന്ത് ചെയ്യരുത്? ഖിയാമിലേക്ക്, നൃത്തത്തിലേക്ക് മടങ്ങരുത്. തൽക്കാലം എന്ത് ചെയ്യാ? ബൽ യത്ബഉ ഇമാമ, ഇമാമിനെ പിൻപറ്റണം. പിന്നെ ഇപ്പൊ എന്താ കാട്ടപ്പോ? ആ റക്കാത്ത് കൂട്ടൂല. വയുസല്ലി റക്കാത്ത്, റക്കാത്ത് നിസ്കരിക്കണം. ബാദ സലാമിൽ ഇമാമി, ഇമാമിന്റെ സലാമിന് ശേഷം. ഇത് നമ്മൾ മനസ്സിലാക്കണം, നല്ല ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ആവർത്തിച്ച് കേൾക്കുക, അപ്പോൾ മനസ്സിലാകും. അസ്സലാമു അലൈക്കും.